പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സംസ്കാര ചടങ്ങുകളിൽ ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ SI ചട്ടിയിലിട്ട് വറുത്തു. എറണാകുളം AR ക്യാമ്പിലാണ് സംഭവം. ചൂടേറ്റതോടെ വെടിയുണ്ടകൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, വിവരങ്ങൾ. ഔദ്യോഗിക ബഹുമതിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലാങ്ക് അമ്മ്യൂണിസേഷൻ വിഭാഗത്തിൽപ്പെട്ട വെടിയുണ്ടകളാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് എറണാകുളം AR ക്യാമ്പിലെ SI ചട്ടിയിലിട്ട് വറുത്തത്. അതായത് ഔദ്യോഗിക ചടങ്ങിലായിട്ട് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ടതിനാൽ അദ്ദേഹം ഇത് ഉണക്കി എടുത്തുകൊണ്ട് പോകുന്നതിന് പകരം AR ക്യാമ്പിലെ അടുക്കളയിലെ ഫ്രൈ പാനകത്തിട്ട് വറക്കുകയായിരുന്നു. ഈ വെടിയുണ്ടയിൽ ചൂട് പറ്റിയതോടുകൂടി ഇത് ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ച്. എന്തായാലും പോലീസ് സേനയ്ക്ക് തന്നെ ഏറെ മാനക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി പുട്ടവിമലാദിത്യ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. AR ക്യാമ്പിലെ ആയുധപ്പുറയുടെ ചുമതലയുള്ള CV രാജീവിനെതിരെയാണ് CV സജീവിനെതിരെയാണ് ഇതുകൊണ്ടുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ട്രാഫിക് വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ഔദ്യോഗിക ബഹുമതി നൽകുന്നതിനുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനുള്ള വെടിയുണ്ടകളാണ് ഇദ്ദേഹം ചട്ടിയിലിട്ട് വറുത്തത്. ഏകദേശം 10ഓളം വെടിയുണ്ടകളുണ്ടായിരുന്നു. ചൂട് കൂടിയതോടുകൂടി ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയ്ക്ക് തന്നെ ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം ഒരു വിശദീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിയുണ്ട ക്ലാവ് പിടിച്ചിരിക്കുകയായിരുന്നു. അതായത് വളരെ വേഗത്തിൽ പോകേണ്ടതുള്ളതിനാൽ ഇത് ശുചിയാക്കി എടുക്കാനായിട്ട് ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ പരുവത്തിന് ഇത് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടി ഇത്തരം ഒരു ശ്രമം നടത്തിയതെന്നാണ് പ്രാഥമികമായിട്ട് ഇദ്ദേഹം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന മറുപടി. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ACP തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി സാർ.